പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു വിഭവമായിട്ടാണ്. നമ്മുടെ ചിക്കൻ ബിരിയാണി ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറവായിരിക്കും. ഇത് ചിക്കൻ ബിരിയാണി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും. ഓക്കെ, അപ്പം നമുക്ക് പോവാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, നെയ്യ്, സവാള, ഒരു 3 സവാളയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. സവാള അരിഞ്ഞത്, 1 കിലോ ചിക്കൻ, പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്കായ. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന അരിയുടെ അളവിനനുസരിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞെടുത്തത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞങ്ങൾ ബിരിയാണി വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളിത് കുക്കറിലാണ് പാചകം ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാവുന്ന ബിരിയാണിയാണ്. നമുക്കതിൽ ആദ്യം നെയ്യ് ഒഴിക്കാം. ആ സവാള വഴറ്റി എടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യാണ് നമ്മളിതിൽ ഒഴിക്കുന്നത്. നമുക്ക് സവാള ഒന്ന് മൂപ്പാവുന്നവരെ ഒന്ന് നമുക്കത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചത് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വെളുത്തുള്ളി മൊത്തമായിട്ട്. അതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോ ടീസ്പൂണാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതൽ ഉപയോഗിക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ബേ ലീവ്സ്, ഏലക്കായ, ഗ്രാമ്പു, പട്ട ഇവയെല്ലാം ഇട്ട് നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മല്ലിയില, പുതിനയില എന്നിവ ആഡ് ചെയ്യാം.
അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന ചെറുനാരങ്ങ നീര് ഒരു 2 ടീസ്പൂൺ മതിയാവും. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പുളിയൊക്കെ ഉണ്ടായിരിക്കും. 2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. രണ്ട് കപ്പ് അരിയാണ് ബിരിയാണി വയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. നമുക്ക് അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പ്, പിന്നെ അതുപോലെ 1 സ്പൂൺ നെയ്യ് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കൃത്യം 1 വിസിലാണ് ഇത് വേവാനുള്ള സമയം. അപ്പോൾ 1 വിസിൽ അടിച്ചു കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല മണം വരുന്നുണ്ട് ബിരിയാണിയുടെ. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.